Dear children, welcome to our new English grammar class. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സെൻറ്റൻസ് പഠിച്ചു. ഒരു സെൻറ്റൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിലെ സബ്ജക്റ്റ് എന്താണെന്നും പ്രെഡിക്കേറ്റ് എന്താണെന്നും കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഈ 2 ക്ലാസ്സുകളും കണ്ടുകൊണ്ട് വേണം ഈ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ക്ലാസ് നിങ്ങൾ കാണുന്നത്. ക്ലാസ് കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിക്കൊണ്ട് ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമായിരിക്കണം 3ാമത്തെ ക്ലാസ് കാണേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായി 5 ചോദ്യങ്ങൾ നൽകിയിരുന്നു. ഏതാണ് സബ്ജക്റ്റ് എന്നും ഏതാണ് പ്രെഡിക്കേറ്റ് എന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം തന്നെയാണ് പല ആളുകളും എഴുതിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരിക്കൽ കൂടി ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ, അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഉത്തരങ്ങൾ പറയുകയാണ്. ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് ഐ ടോൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ടോൾഡ് എന്ന വാക്കിനെ മാത്രം അങ്ങ് മാറ്റിവെച്ചാൽ അവിടെ നിന്നാണ് വെർബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ടോൾഡിൽ അവസാനിക്കുന്നു. അപ്പോൾ ടോൾഡ് എന്നുള്ള തൊട്ട് വാക്കിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. അതൊരു ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞു ക്ലോസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി എന്താണ് ക്ലോസ് എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ആശയമില്ലാത്ത പദസമൂഹത്തിനാണ് ക്ലോസ് എന്ന് പറയുക. വാട്ട് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരെ ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ടോൾഡ് അതിലെ പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് ഐ സബ്ജക്റ്റ്, ടോൾഡ് പ്രെഡിക്കേറ്റ്. റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. റീഡിങ് എന്ന് പറയുന്നത് വേർബിനോട് ing ചേരുമ്പോൾ കിട്ടുന്ന ജെറണ്ടാണ് റീഡിങ്. റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ് എന്നല്ല, റീഡിങ് ആണ് അവിടെ സബ്ജക്റ്റ്. ഈസ് എ ഗുഡ് ഹാബിറ്റ് എന്നുള്ളത്, ഈസ് എ ഗുഡ് ഹാബിറ്റ് എന്നുള്ളത് അവിടെ പ്രെഡിക്കേറ്റ് ആണ്. ബോയ്സ് പ്ലേ ടെന്നീസ്. അവിടെ സബ്ജക്റ്റ് ബോയ്സ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പ്ലേ ടെന്നീസ് എന്ന് പറയുന്ന ഭാഗം പ്രെഡിക്കേറ്റ് ആണ്. ദ ഓൾഡ് ബുക്സ് ഇൻ ദ ഷെൽഫ് വിൽ ബി റിമൂവ്ഡ്. ദ ഓൾഡ് ബുക്സ് ഇൻ ദ ഷെൽഫ് വിൽ ബി റിമൂവ്ഡ് എന്ന് പറയുമ്പോൾ വിൽ ബി റിമൂവ്ഡ് ആണ് അവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് വേർബിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. മറുഭാഗത്ത് ദ ഓൾഡ് ബുക്സ് ഇൻ ദ ഷെൽഫ് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്, സബ്ജക്റ്റാണത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിയാപദങ്ങൾ, വേർബ്സ്. ഇംഗ്ലീഷിൽ വെർബിനെ പഠിച്ചുകൊണ്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ. വെർബിനെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാനുണ്ട്. അതിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് എ വെർബ്? Verb denotes an action, state or possession. Example കാണും. ഇവിടെ സ്പീക്സ് വേർബാണ്, ഈസ് വേർബാണ്, ഹാസ് വേർബാണ്. സ്പീക്സ്, ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്, ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഹി ഈസ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈസ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റേറ്റാണ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. അയാളൊരു കുട്ടിയാണ് എന്നുള്ള, പഠിക്കുന്നൊരു കുട്ടിയാണെന്നുള്ള അവസ്ഥയിലാണ്. സോ ഈസ് റെപ്രസെൻറ്റ്സ് സ്റ്റേറ്റ് മോഡ്. അതാണ് സ്റ്റേറ്റ് മോഡ് സൂചിപ്പിക്കുന്ന, അവസ്ഥാവിശേഷത്തിൻ്റെ സൂചിപ്പിക്കുന്ന വേർബാണ് ഈസ്. അതിന് വളരെ വിശദമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഹി ഹാസ് എ കാർ. അയാൾക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ പൊസഷനാണ്, ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ അതിനെ സൂചിപ്പിക്കുന്നതാണ്. വളരെ വിശദമായി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു പോകാം.
വേർബിനെ രണ്ട് രീതിയിൽ പരിഗണിക്കുന്നു. റെഗുലർ വെർബെന്നും ഇറഗുലർ വെർബെന്നും എന്നുള്ള രീതിയിൽ. അത് അതിൻ്റെ ടെൻസിൻ്റെ ഭാവത്തിനനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് പാസ്റ്റ് ടെൻസിൻ്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെയും മാറ്റത്തിനനുസരിച്ച് വെർബിനെ നമ്മൾ റെഗുലർ വെർബെന്നും ഇറഗുലർ വെർബെന്നും വിളിക്കാറുണ്ട്. Verbs are divided into two parts depending on the way in which their past tense and past participles are formed. റെഗുലർ വേർബ്സിനും ഇറഗുലർ വേർബ്സിനുള്ള ഉദാഹരണങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലുക്ക്, V1, V2, V3 ഫോം വേർബിൻ്റെ 3 രൂപങ്ങളാണ്. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വെർബിൻ്റെ ബേസ് ഫോം, അതേപോലെ തന്നെ വെർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോം, അതേപോലെ തന്നെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ V1, V2, V3. നമ്മൾ കൃത്യമായും പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് V1, V2, V3. എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയും. ബേസ് ഫോം ഓഫ് ദ വേർബ് വർക്ക്, സിമ്പിൾ പാസ്റ്റ് വർക്ക്ഡ്, ആൻഡ് തേർഡ് ഫോം വർക്ക്ഡ്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. കറക്റ്റ്, കറക്റ്റഡ്, കറക്റ്റഡ്. Admit, admitted, admitted. Here we can see a fixed pattern in the V2 and V3 form. ED is there. Okay? The fixed pattern can be seen in that verbs. Work, worked, worked, correct, corrected, corrected, and admit, admitted, admit, and so on. But look at these verbs. Speak, spoke, spoken. Make, made, made. Teach, taught, taught. Okay? Here we can see verbs are not seen particular pattern in respect of V2 and V3. V2ലും V3ലും വ്യത്യസ്തതയാർന്ന രൂപത്തിലുള്ള വെർബിൻ്റെ രൂപങ്ങളാണ് നമുക്ക് V2, V3 ഫോമിൽ കാണാൻ പറ്റുന്നത്. ലുക്ക്, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, നോട്ട് സ്പീക്ക്ഡ്. എല്ലാ കുട്ടികളും പലപ്പോഴും പറയുന്നത് സ്പീക്ക്, സ്പീക്ക്ഡ്, സ്പീക്ക്ഡ്, മേക്ക്, മേക്ക്ഡ്, മേക്ക്ഡ്, ടീച്ച്, ടീച്ചർ, ടീച്ചർ എന്നൊക്കെ പല കുട്ടികളും ഇപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സ്പീക്ക്, സെക്കൻഡ് ഫോം സ്പോക്ക്, ആൻഡ് തേർഡ് ഫോം സ്പോക്കൺ. ടീച്ച്, ടോട്ട്, ടോട്ട്. ടീച്ചിൻ്റെ രണ്ടാമത്തെ രൂപം ടോട്ടാണ്, തേർഡ് ഫോം ടോട്ടാണ്. വളരെ വ്യത്യസ്തമായിരുന്നു. നേരത്തെ നമ്മൾ ED ഫോമിൽ അവസാനിച്ചെങ്കിൽ ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ഇറഗുലർ വെർബ്. റെഗുലർ വെർബ് ഈ രീതിയിലൊക്കെ കാണാം. ഡി, ED, IED ഫോംസിലാണ് സാധാരണ കാണുക. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. റെഗുലർ വെർബ് ഡി, ED, IED ഫോമിലാണ് സാധാരണ അതിൻ്റെ V2, V3 ഫോം കാണുക. ശ്രദ്ധിക്കുക. ഡൈ, DIE, ഡൈ, died, died. Work, worked, worked, ED. Study, STUDY, വൈൽ അവസാനിക്കുന്നത്. സ്റ്റഡി, studied, STUDIED, studied and studied. Many more examples can be seen and you have to write in your books. ഇനി ഇറഗുലർ വെർബ്. ഇറഗുലർ വെർബ് 4 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്പർ 1, all 3 forms are same. All 3 forms are same. V1, V2, V3 forms are same. Look at the example. Put, put, put. Cut, cut, cut. And shut, shut, shut. Okay? This is the first form. This is first type. And second form. Same V2 and V3 form. Same V2 and V3 forms. Buy, example, buy, bought, bought. Feel, felt, felt. Win, won, won. Here you can see V2 and V3 forms are same. Am I correct? Bought, bought, felt, felt, won, won. Okay, and the third form is മൂന്നാമത്തെ രൂപം സെയിം ബേസ് ഫോം V1 and V3. V1ഉം V3യും സെയിം ആവുന്ന രൂപത്തിലുള്ള വേർബും കാണാം. അതും ഇറഗുലർ വെർബാണ്. ശ്രദ്ധിക്കുക. കം, കെയിം, കം. കം, കമ്മിൽ അവസാനിക്കുന്നു. കം, കെയിം, കം. V2 ഡിഫറൻ്റ് ആണെങ്കിലും V1ഉം ബേസ് ഫോമും അതേപോലെ തന്നെ V3 ഫോമും ഒരേപോലെ അവസാനിക്കുന്നു. റൺ, റാൻ, റൺ. ബിക്കം, ബിക്കെയിം, ബിക്കം.
ഈ 3 രൂപം മാത്രമല്ല, ഒരുപാടുണ്ട്. നമുക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ. ഇതേപോലുള്ള വാക്കുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി 4മതൊരു രൂപം, ഓൾ 3 ഫോംസ് ആർ ഡിഫറെൻറ്റ്. 3 രൂപവും വ്യത്യാസമുള്ള വെർബുണ്ട്, അതും ഇറഗുലർ ഫോമാണ്. ഗോ, വെൻറ്റ്, ഗോൺ. ഗോ ആണ് ആദ്യം, പിന്നെ വെൻ്റ് ആണ്, ഗോൺ. 3ഉം ഡിഫറെൻ്റ് ആണ്. അതേപോലെ സീ, സോ, സീൻ. സിം, സാം, സോം. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഈ രീതിയിൽ 4 രീതിയിൽ ഇറഗുലർ വെർബിനെ നമുക്ക് കാണാൻ പറ്റും ഇതേപോലുള്ള വാക്കുകൾ. ഇന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് സ്പെഷ്യലായി നൽകുകയാണ്. ആരും ഇതുവരെ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ്. V1, V2, V3 കൃത്യമായി താഴെ ക്ലാസ്സുകളിൽ പഠിച്ചു പോവേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ്ക്കഡും ടീച്ചറും ഒക്കെ ആയി മാറുന്നത്. അത് ഒഴിവാക്കണം. നമുക്ക് ഇന്ന് മുതൽ നമ്മൾ കുറച്ച് വാക്കുകൾ പഠിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതേപോലെ ഒരു പുസ്തകം എടുത്തിട്ട് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് V1, V2, V3 എന്ന് എഴുതുക. V1, V2, V3 എന്ന് എഴുതുക. 3 കള്ളി വരച്ചിട്ട് ചെയ്യേണ്ട, ആദ്യമായി ലെറ്റർ എ എടുക്കുക. എ എന്ന ലെറ്ററിൽ കുറച്ച് വാക്കുകൾ വരാവുന്ന വാക്കുകൾ ഏതൊക്കെ? ആസ്ക്ഡ്, എറൈസ്, ആൻസേർഡ് തുടങ്ങിയ വാക്കുകളൊക്കെ അങ്ങനെ എഴുതി പോരുക. കുറച്ച് വാക്കുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഈ കാര്യങ്ങൾ ED ഫോം എഴുതിയതിന് ശേഷം റെഗുലർ വെർബിൻ്റെ V1, V2, V3 എഴുതിയതിന് ശേഷം നിങ്ങൾ ഇറഗുലർ വെർബ് അതിനകത്ത് ഏതുണ്ടോ എന്ന് നോക്കുക. ഏലൊക്കെ വളരെ കുറച്ച് വാക്കുകളുള്ളൂ. എറൈസ്, എറോസ്, എറൈസൺ, എവേക്ക്, എവോക്ക്, എവോക്കൺ എന്ന് തുടങ്ങിയ കുറച്ച് വാക്കുകളൊക്കെ ഉള്ളൂ. അങ്ങനെ മിനിമം ഒരു 20 വാക്ക് എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വെക്കണം. ഇന്ന് എ ആണെങ്കിൽ അത് നാളെ ബി ആയിരിക്കണം. മറ്റന്നാൾ 3-ാം ദിവസമാകുമ്പോൾ സി എഴുതണം. അതിന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലുള്ള 20 വാക്കുകൾ തേടിപ്പിടിച്ച് എഴുതുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാ ദിവസവും നിങ്ങളുടെ രക്ഷിതാക്കളെ കാണാം. അങ്ങനെ 26 ദിവസം തുടർച്ചയായി നിങ്ങൾ വാക്കുകൾ എഴുതുന്നതോടുകൂടി ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും. വെർബ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സംസാരിച്ച് പോകാൻ, ഇംഗ്ലീഷ് കൃത്യമായി സംസാരിച്ച് പോകണമെങ്കിൽ ഇതുപോലുള്ള വെർബ് നമ്മൾ പഠിച്ചിരിക്കണം, അതിൻ്റെ അർത്ഥവും പഠിച്ചിരിക്കണം. ഞാൻ ആദ്യമേ പറയട്ടെ, ഒരുപാട് പ്രയാസമുള്ള വാക്കുകൾ നിങ്ങൾ എഴുതുകയേ വേണ്ട. വളരെ ലൈറ്റായ, ഫെമിലിയറായ, നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വാക്കുകൾ മാത്രം, നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന വാക്കുകൾ മാത്രം എഴുതിയാൽ മതി. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ കണ്ടത് ഇനൺഷിയേറ്റ്, ENUNCIATE എന്നൊരു കുട്ടി എഴുതിയിട്ടുണ്ട്. ഇനൺഷിയേറ്റ് എന്ന വാക്ക് നമുക്ക് പരിചയമുള്ള വാക്കൊന്നുമല്ല, പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും നമുക്ക് പരിചയമുള്ള വാക്ക്. അതിന് നേരെ സമാനമായ മറ്റൊരു വാക്കാണ് അനൗൺസ്, ANNOUNCE. കൃത്യമായിട്ട് നമുക്കറിയാം, അനൗൺസ്ഡ്. ഇനൺഷിയേറ്റ് എന്ന വാക്ക് നമുക്ക് കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്ത് പഠിക്കാം. ഇപ്പം നമുക്ക് അനൗൺസ് എന്ന വാക്ക് മതി. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി. ഡിഫിക്കൽട്ടായ വേർഡ്സ് എഴുതേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഏറ്റവും ലളിതമായ വാക്കുകൾ എഴുതി വെക്കുക. V1, V2, V3 എഴുതുക. അതാണ് ഇന്നത്തെ ടാസ്ക്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായും ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി 26 ദിവസമാകുമ്പോൾ ഏതാണ്ട് നിങ്ങൾ ഒരുപാട്, 20 എന്ന് ഞാൻ മിനിമം വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മിനിമം 20 എങ്കിലും എഴുതണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ എഴുതിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ലളിതമായ വാക്കുകൾ മതി. നമുക്ക് വളരെ ഫെമിലിയറായ വാക്കുകൾ എഴുതിക്കൊണ്ട് നമുക്ക് V1, V2, V3 നമുക്ക് പഠിക്കാൻ പറ്റും. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ എത്രമാത്രം ഉപകാരപ്രദമായി മാറും എന്ന് നമുക്ക് പിന്നീട് കാണാവുന്നേ ഉള്ളൂ. ആൻഡ് താങ്ക് യു വെരി മച്ച് ആൻഡ് ടേക്ക് കെയർ. ഓക്കെ.